ഇടതുപക്ഷം ഇപ്പത്തകരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന, സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന സംഘികൾക്കും കൊങ്ങികൾക്കും മൂരികൾക്കും ഒരു ദൃശ്യം അങ്ങ് സമർപ്പിക്കുകയാണ്. ഇവിടെയല്ല, അങ്ങ് UK അവിടുത്തെ യുവ എഞ്ചിനീയർമാർ നടത്തിയൊരു പരിപാടിയിൽ അവർ സംഘം ചേർന്ന് പാടിയ പാട്ടൊന്ന് കേട്ടാൽ ചിലപ്പോൾ നെഞ്ചുവേദന എടുക്കും. ഇടതാശയം അത് മനസ്സിൽ പതിഞ്ഞ മനുഷ്യർ ലോകത്താകമാനമുണ്ട്. അവരുടെ കൂട്ടായ്മയുണ്ട്. അധികാര കസേരകളിൽ അമർന്നിരിക്കലല്ല. ഈ നാടിൻ്റെയും ലോകത്തിൻ്റെയും മതേതരത്വവും വർണ്ണവിവേചനവും സോഷ്യലിസം ഉൾപ്പെടെ നടപ്പാക്കണമെന്നുള്ള ആഗ്രഹത്താൽ അവർ പലയിടങ്ങളിലുണ്ട്. അതുകൊണ്ട് 4 കോൺഗ്രസ്സുകാർ ഏതെങ്കിലും ഒരു കുടുംബത്തെ കണ്ടിട്ട് ആ കുടുംബത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ആ കുടുംബമാണ് ഈ ലോകത്തെ എന്തോ മഹത്തരമായൊരു കാര്യമെന്ന പോലെ ആരാധിച്ചും പൂജിച്ചും നടക്കും പോലെ അല്ല വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയമല്ലാത്ത ഇടതാശയം. ആ ആശയം ഇങ്ങനെ ലോകത്താകമാനം പല മനുഷ്യരിലേക്കും വേരുകൾ പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ട്. അവർ ഉള്ള ഇടങ്ങളിൽ ആ കൂട്ടായ്മ ഇതുപോലെ കൂട്ടം കൂടും. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത മതപ്പാടുണ്ടാക്കുന്ന തരത്തിൽ ഇങ്ങനെ പാടിയും പറഞ്ഞും കൊണ്ടേയിരിക്കും. കോൺഗ്രസിനടുത്ത് പാടാൻ പോലും ഒരു ഗാനമില്ല. എങ്ങനെ ഗാനം ഉണ്ടാകും? അവർക്ക് സർഗാത്മകത എന്താണെന്നറിയോ? മൊത്തം കച്ചവടമല്ലേ. ആ ആശയമൊന്നും പറയാനില്ല, എന്തോ ഒരു സാധനം, അതിനോട് ആത്മാർത്ഥതയുള്ള എത്ര പേരുണ്ട്. അവർക്ക് അവരവരുടെ കാര്യങ്ങൾക്കപ്പുറം മാനുഷിക സേവ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഒരിക്കലും താല്പര്യമില്ല. മാനുഷിക സേവ ചെയ്താലും എന്ത് നമുക്ക് കിട്ടും, എന്ത് കാര്യം ചെയ്താലും നമുക്കെന്ത് കിട്ടും കുഞ്ഞാപ്പ എന്നുള്ളൊരു ആംഗിളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ മനസ്സിലാക്കുക, അധികാര കസേരയിൽ നിന്ന് ഒരു പക്ഷേ ഇടതുപക്ഷം താഴെ പോയാലും ലോകത്താകമാനം ആ ആശയം നിലച്ചുപോയി എന്ന് നിങ്ങൾ സ്വപ്നം കാണരുത്. അധികാര കസേരകൾക്ക് വേണ്ടിയല്ല ഇടതുപക്ഷ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. അവർ ഈ നാട്ടിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് വേണ്ടി, ഈ നാടിൻ്റെ ഒത്തൊരുമയ്ക്കും ഈ നാടിൻ്റെ മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയും ഉയർത്തിപ്പിടിക്കുന്ന ആശയമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയൊക്കെ അതിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാലും ആ അപകീർത്തികളൊന്നും അതിനെ പോറൽ പോലും ഏൽപ്പിക്കില്ല എന്നതിൻ്റെ തെളിവാണ് UK യുവ എഞ്ചിനീയർമാർ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ പാടിയ ആ ബലികുടീരങ്ങളെ വിപ്ലവഗാനം.